ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. പക്ഷേ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെന്ന് മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക പൊട്ടിക്കാനുണ്ട്, പയറ് കുറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു കൊല ഒടിഞ്ഞിട്ടുണ്ട്. ആ കൊല കുറച്ച് നല്ല വലിയൊരു കൊലയാണ്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ മുഴുവനും മഴയുടെ നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ. അപ്പോൾ ഭയങ്കര ഒന്നും കാണിക്കാനൊന്നുമില്ല, പുറത്തെ കാര്യങ്ങളൊന്നും. ഇങ്ങനെ മഴ തന്നെയല്ലേ അപ്പം കാര്യമായിട്ട്. അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക പൊട്ടിക്കണതൊന്ന് കാണിച്ചു തരാം. ഇതിലൊക്കെ ചെറിയ വെണ്ടയ്ക്ക ആയിട്ടേ ഉള്ളൂ, വലുത് വല്ലതും ഉണ്ടെങ്കിൽ പൊട്ടിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ. ഫ്രിഡ്ജിൽ ഞാനിങ്ങനെ പൊട്ടിച്ച് വെക്കാറുണ്ട് വെണ്ടയ്ക്ക. അപ്പോൾ അതിന് വല്ലതും കൊണ്ടയ്ക്കാണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. ഇതിലൊരെണ്ണേ വലുത് കാണാനുള്ളൂ. ഇതില്ലെങ്കിൽ മൂത്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് വെക്കണത്. ഇന്ന് തന്നെ ഇപ്പോൾ കുറച്ച് മൂത്തിട്ടുണ്ട്, ഇന്നലെ ഞാൻ കണ്ടില്ലത്, അതുകൊണ്ടാണ്. ഇതിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു വാഴ അവിടെ ഒടിഞ്ഞിട്ടുണ്ടെന്ന്, അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ചതുരപ്പയറാന്ന് തോന്നുന്നു. ഇത് കായ ഉണ്ടായാലും മാത്രമേ എനിക്ക് അറിയുള്ളൂ, എന്താ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇതിങ്ങനെ പടർന്നിട്ട് ഇത്രേ ആയിട്ടുണ്ട്. ഇതിനി പന്നലിൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുക്കണം കുറച്ച്. അപ്പം അങ്ങോട്ടാണ് പോണത് അത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ചുമന്ന മൊസാന്ത ഞാൻ അവിടുന്ന് കമ്പ് ഒടിച്ച് വെച്ചതാണ്. നല്ലോണം പിടിച്ചിട്ട് പൂവായിട്ടുണ്ട്. ഇതിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം. ഇത് ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം, ഇതാ ഇവിടെ പടർത്തി കൊടുക്കണം. പിന്നെ കാശിത്തുമ്പ കണ്ടില്ലേ, ഓണം ആകുമ്പോഴത്തേക്കും കാശിത്തുമ്പ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വളർത്തി വെച്ചാണ്. പക്ഷെ നടാനുള്ള സമയം കിട്ടിയില്ല, മഴ ആയതുകൊണ്ട്. പിന്നെ അതേ തക്കാളി തൈയും ഇവിടെ തന്നെ നിന്നിട്ട് ഇത് കേടുവന്ന് പോകുന്നാ തോന്നുന്നത്. നടാനുള്ള സമയം കിട്ടുന്നില്ല, ഭയങ്കര മഴയും വെള്ളക്കെട്ടുമാണ്. അവിടെ ഇവിടെ വെള്ളം നിൽക്കണോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിലെന്തോ കറുത്ത കളറിലൊരു കേടും വരുന്നുണ്ട്. പിന്നെ ഇത് വാടാമല്ലി ഉണ്ട്. ഇതൊക്കെ ഓണം ആകുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വാഴക്കൊല കാണാം കേട്ടോ. ഇത് മന്ദാരമാണ്, വെള്ള മന്ദാരം. ഇതിൻ്റെ മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, എവിടെയും കിട്ടുമ്പോൾ നോക്കണം. മന്ദാരം ഇവിടെയൊക്കെ വെള്ളം വീണിട്ട് ഇടിഞ്ഞു പോയിരിക്കുകയാണ് താഴേക്ക് മണ്ണ്. ഇവിടെ മണ്ണൊക്കെ ഇട്ട് മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണമൊക്കെ ലെവലാക്കി എടുക്കണം. ഇവിടെയൊക്കെ പിന്നെ മെറ്റലിട്ടിട്ട് ലെവലാക്കി ചളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെല്ലാം. ഇവിടെയാണ് കേട്ടോ വാഴ. ഇതിന് ഊന്നൊക്കെ കൊടുത്തിരുന്നതാണ് ഈ വാഴയ്ക്ക്. ഈ കമ്പ് വെച്ചിട്ട് ഊന്ന് കൊടുത്തിരുന്നതാണ്, പക്ഷെ ഒടിഞ്ഞു പോയി. നല്ല ഞാലിപ്പൂവൻ കൊലയാണ്. ഇത് വെട്ടി വെച്ച് കഴിഞ്ഞാൽ പഴുക്കും. ഇപ്പോൾ ഒരു 4 കൊലയോളം നമ്മളിപ്പോൾ അടുത്ത് തന്നെ പഴമൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ചെടികൾ കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഹാങ്ങിങ് ചെടികൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പാഷ്യോൻ്റെ അവിടെ ഹാങ്ങിങ് ചെടികൾ കുറച്ച് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഒരു പുതിയതും വാങ്ങിയിട്ടുണ്ട്, ഒരു നീല 10 മണിപ്പൂവ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പുല്ല് മൊത്തം ഇങ്ങനെ തെങ്ങിൻ്റെ പൂ വീണിട്ട് മൊത്തം നാശമായി കിടക്കുകയാണ്. തടിച്ചു വാരിയാൽ കിട്ടില്ല ഇപ്പം മഴ നനഞ്ഞതുകൊണ്ട്. ഇവിടെ വെച്ച ചെടികളൊക്കെ കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിലത് 1-2 എണ്ണം വെള്ളം അധികം വേണ്ടാന്ന് തോന്നുന്നു, അത് കേട് വന്നു. എനിക്ക് മാറ്റി വെക്കാനുള്ള സമയം കിട്ടിയില്ല വെള്ളത്തിൻ്റെ അടുത്തുനിന്ന്, അല്ല മഴയത്തുനിന്ന് കുറച്ച് തണലത്തേക്ക്. പിന്നെ അടിനിയം അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേ എല്ലാ ചെടികളും ഞാൻ ഒന്ന് കാണിച്ച ചെടികൾ തന്നെയാണ്, ഒക്കെ കുറച്ച് നന്നായി തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. ടേർട്ടിൽ വൈനൊക്കെ നന്നായിട്ട് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 10 മണിപ്പൂവ്,
ഇതാട്ടോ ഞാൻ പറഞ്ഞ നീല 10 മണി പൂ എന്ന് പറഞ്ഞത്. ഞാൻ പുതിയത് വാങ്ങിയതാ. കുറച്ച് ഹാങ്ങിങ് ഉണ്ട്. ടേർട്ടിൽ വൈൻ തന്നെയാണ് കുറച്ച് നന്നായിട്ട് പിടിക്കണത്. പിന്നെ 10 മണി പൂവിൻ്റെ ഇന്ന് ഞാൻ ഈ ഒരു കഷ്ണം ഈ ഒരു ചെറിയ കപ്പ കൊണ്ടാണ് കപ്പ മസാല ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ സാധാരണ ഉപ്പേരിക്കും മറ്റേ കപ്പപ്പുഴുക്കിനൊക്കെ നുറുക്കില്ലേ, അതുപോലത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി. അത് ഞാൻ മുറിച്ചിട്ട് എത്ര കൊണ്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പയൊക്കെ നല്ലോണം ചെറുതായിട്ട് നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊള്ളി ഇനി നമുക്ക് എന്താ വെച്ചാൽ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കണം. എന്നാൽ ഇതിനൊരു കട്ടുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാം. അങ്ങനെയാണ് സാധാരണ കൊള്ളി ചെയ്യേണ്ടത്. കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ. എനിക്ക് തൃശ്ശൂർ ഭാഷ ആയതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ കൊള്ളി എന്നാണ് പറയുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഭാഷ വന്നു പോണതാട്ടോ. അപ്പോൾ ഈ കൊള്ളി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ കപ്പ 2 മിനിറ്റായി തിളയ്ക്കണം. ഞാനിത് ഓഫാക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ടൊന്ന് വേവിക്കാം. ഈ മസാലയ്ക്ക് കപ്പ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. എന്നാലേ വേറെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കണതോ തേങ്ങാപ്പാലോ അങ്ങനൊന്നും ചേർക്കുന്നില്ല. ഈ കപ്പ വെന്തിട്ടുള്ള ആ കൊഴുപ്പ് തന്നെ വേണം. അപ്പോൾ ഞാനിത് ഊറ്റി കളഞ്ഞിട്ട് ഒരു കുക്കറിലാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് ഊറ്റിയിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇടാം. പിന്നെ നമുക്ക് കൂട്ടാനായതിൻ്റെ ശേഷം നോക്കിയിട്ട് ഉപ്പ് നമുക്ക് പാകമാക്കി കൊടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ടില്ല ഞാൻ. സ്റ്റൗ കത്തിക്കാം. ഇനി അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ല കപ്പയാണ്. ഒറ്റ വിസിൽ മതിയാവും ഇത് വേവാനായിട്ട്. അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയപ്പോൾ തന്നെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടത്. ഇനി ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയിടാം. ഇത് തുറന്നിട്ട് ഇനി ഇത് വെന്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ആവിയൊക്കെ പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല കൊള്ളിയായിരുന്നു, അല്ല കപ്പയായിരുന്നു. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഞാൻ മൺചട്ടിയിലാണ് മസാല ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനത്തെ കപ്പ ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെയൊക്കെ മസാലയൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാടൻ വിഭവങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് ഒരു മൺചട്ടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലാണ് നല്ലത് കേട്ടോ. നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് അതിന് ചേർന്ന് പോവുക. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഇഞ്ചി ഇടുന്നതാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊരു ഗ്യാസിൻ്റെ പ്രശ്നം വരുമല്ലോ, നമുക്ക് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കറി വയ്ക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ അതിൻ്റെ ഇത് കുറഞ്ഞിരിക്കും. ഗ്യാസ് ഒന്നും അധികം ഉണ്ടാവില്ല. ഈ ഉരുളക്കിഴങ്ങ്, ചേമ്പ്, ചേന, പിന്നെ അങ്ങനത്തെ എല്ലാത്തിനും ഗ്യാസ് നമുക്കൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഇഞ്ചി ഇട്ടാൽ, അല്ലെ വെളുത്തുള്ളി, അങ്ങനത്തെയൊക്കെ ഇടുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും.
ഇഞ്ചി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു ചെറിയ സവാള ഞാൻ എടുത്തിരിക്കണം കേട്ടോ. ഞാൻ കപ്പയുടെ വലിപ്പം ഞാൻ കാണിച്ചല്ലോ. നമ്മുടെ ഒരു കൈത്തണ്ടയുടെ വലിപ്പത്തിലുള്ള ഒരു കപ്പയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ചപ്പാത്തിക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും പത്തിരിക്കും പുട്ടിനും ഒക്കെ ഈ കറി ചേരും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ആക്കി കൊടുത്താൽ നല്ലോണം കഴിക്കും. അവർക്ക് ഇഷ്ടമാണ്. കപ്പ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടുന്ന സാധനമാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കപ്പയും ഇതൊക്കെ കഴിച്ചിട്ടല്ലേ പണിക്ക് പോയിരുന്നതും പണിയെടുത്തിരുന്നതൊക്കെ. അവർക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കപ്പ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമില്ലാത്തൊരു സാധനം പോലെ ആയിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇതുപോലെ മസാലയൊക്കെ ചേർത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലോണം കഴിക്കും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കറിയാക്കി കൊടുത്താൽ മതി. ഇത് ചോറിനും പറ്റും കേട്ടോ. ചോറിനും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിൻ്റെ കൂടെ. വെളുത്തുള്ളി വേണ്ടവർക്ക് ഇഞ്ചി ഇടുമ്പോൾ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് അതും കൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഈ ചൂടൊന്ന് കുറഞ്ഞിട്ട് വേണം നമുക്ക് പൊടികൾ ചേർക്കാൻ. 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ചൂടൊന്ന് കുറയട്ടെ. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കുറയില്ല. എന്നാലും സിമ്മിലാക്കിയിട്ടാൽ അത്രയും വ്യത്യാസം വരുമല്ലോ. എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഈ സവാളയൊക്കെ വഴറ്റുമ്പോഴാണ് പൊടി ഇടുന്നത് വെച്ചാൽ സവാള ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് നേരിട്ടിട്ടാലാണ് പെട്ടെന്ന് കരിയുക. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ അത്ര പെട്ടെന്ന് കരിയില്ല. നമുക്ക് പിന്നെ ഇളക്കി കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഗ്രേവിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കാം. ഇതിൻ്റെ കൂടി പച്ചമണം ഒന്ന് മാറണം. നമ്മൾ കപ്പ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വെള്ളം പോലത്തെ കറിയാണ് വേണ്ടതെങ്കിൽ നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി കൊടുക്കണം. ചപ്പാത്തിക്കുള്ള കറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് ഉണ്ടാക്കണം. പുഴുക്ക് പോലെ അല്ലാന്ന്. പുഴുക്ക് പോലെ മതി. കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണ്ട. ഇതേപടി നമുക്ക് കപ്പ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ആവട്ടെ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കപ്പ ഇതിലേക്ക് ചേർക്കാം. കപ്പ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. വേഗം തിളയ്ക്കണ്ടേ. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ മസാലയൊക്കെ കപ്പയിലൊന്ന് പിടിക്കണം. വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം. ഇത് കൊഴുപ്പുള്ളൊരു കിഴങ്ങായതുകൊണ്ട് നമുക്ക് വെള്ളം
കുറച്ച് ഒഴിച്ചാലൊന്നും മതിയാവില്ല. കുറച്ച് ലൂസ് കറി ആക്കണമെങ്കിൽ നല്ലോണം വെള്ളം ഒഴിക്കണം. അതിങ്ങനെ പറ്റിയും കൊണ്ടിരിക്കുക വെള്ളം. ഉപ്പ് നമ്മൾ കപ്പയിലിട്ടതേ ഉള്ളൂ, നോക്കിയിട്ട് നമുക്കൊന്ന് ഇടാം. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പ് പോരായുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്ക് ആയതുകൊണ്ടാണ് പ്രസാട്ടിന് ചപ്പാത്തിക്ക് നല്ല വെള്ളമുള്ള കറിയാണ് ഇഷ്ടം. ചപ്പാത്തി കുതിർത്ത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇപ്പം തന്നെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇടാം. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഈ ചട്ടിയായ കാരണം ഇരുന്ന് തിളയ്ക്കും കുറച്ച് നേരം കൂടി. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും പുട്ടിനും പത്തിരിക്കും ഒക്കെ പറ്റി നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, മസാലയുടെ ടേസ്റ്റും വന്നുകൊണ്ട്. ഇനി നമുക്കിത് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞാനിപ്പോൾ ഈ കാണിച്ച റെസിപ്പി കപ്പ മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കപ്പ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്താൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കും. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെയാണ്. മഴയായ കാരണം അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പുറത്തൊന്നും വെള്ളക്കെട്ടാണ്, ഇവിടെ സകലത്തും വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ മഴ ഒഴിഞ്ഞ സമയത്തൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.